അവർക്കൊക്കെ എല്ലാവർക്കും സ്നേഹത്തോടെ ഭയങ്കര ചിരിച്ചു ഒന്ന് കൊടുത്ത് അപ്പൊ അങ്ങനെ ചെയ്യണ്ട. അങ്ങനെ ഇരുന്ന് അപ്പച്ചൻ അവിടെ നിന്നാ മതി. അപ്പച്ചൻ അവിടെ നിന്നാ മതി. അവിടെ നിന്നാ മതി. അവിടെ നിന്നാ കാരണം കോട്ടയം ഓണംതുരുത്ത് സ്വദേശിയായ സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ജയിച്ചു കയറിയിരിക്കുന്നു. മൂത്ത സഹോദരനാണ്. എൻ്റെ പേര് ജോയി. സ്വയം വന്നിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് ഇവിടുന്ന് ബാംഗ്ലൂർ നേഴ്സിംഗ് പോയി. നേഴ്സിംഗ് കഴിഞ്ഞപ്പോഴേ ഡൽഹിയിലെല്ലാം പോയി ജോലി ചെയ്തായിരുന്നു. 2001 വന്നിട്ട് ഇവിടുന്ന് UK പോയതാണ്. ഇപ്പോൾ 22 വർഷമായി ഇവിടുന്ന് പോയിട്ട്. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ചെറിയ ചില കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. പൊതുപ്രവർത്തനങ്ങളൊക്കെ ഇടപെടാനുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് മാർച്ചിൽ വന്നപ്പം പറഞ്ഞു ഞാൻ വന്നിട്ട് മിക്കവാറും പാർലമെന്റിലേക്ക് ഇലക്ഷൻ നിൽക്കുന്നത് പറഞ്ഞായിരുന്നു. അങ്ങനെ മാർച്ചിലാണ് ലാസ്റ്റ് വന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ പോലെ TV കാണുന്നുണ്ടായിരുന്നു. വോട്ട് ഇന്നലെ പോലെ TV കാണുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി തന്നെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ കൗണ്ട് ചെയ്യാൻ തുറന്നു. രാത്രിയിലെല്ലാം കൗണ്ട് ചെയ്ത് കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ ശകലം മുമ്പ് വിളിച്ചായിരുന്നു. അന്നേരം പറഞ്ഞ് 2 ദിവസമായി ഉറങ്ങിയിട്ട് ഞാൻ ഉറങ്ങാൻ പോകുന്ന പോലെ ഉറങ്ങിപ്പോയിരുന്നു. എല്ലാവർക്കും സന്തോഷമാണ്. എല്ലാവരും പോയി പിന്നെ നേഴ്സിങ്ങിന് പോയി പഠിക്കാനൊക്കെ കാലം എടുക്കാൻ ഇവിടെ പഠിച്ചു കയറി അവിടെ കഴിഞ്ഞ് പിന്നെ 10ാം ക്ലാസ് പാകാൻ പിന്നെ സെമിനാരിൽ പോയി. അത് കഴിഞ്ഞ് അവിടെ 1 വർഷം കഴിഞ്ഞ് ട്യൂഷൻ വന്നു. പിന്നെ ഞാൻ നേഴ്സിങ്ങിന് ബാംഗ്ലൂരിൽ പോയി. തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. നേരത്തെ നമ്മളോട് പറഞ്ഞായിരുന്നല്ലോ. ഈ കഴിഞ്ഞ മാസം ഇവിടെ വന്നില്ലേ നമ്മുടെ അടിസ്ഥാനം വെക്കാറുണ്ട്. അതായത് ഞാൻ എനിക്ക് മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു. നേരത്തെ മുനിസിപ്പൽ ചെയർമാൻ ഇങ്ങനെ എല്ലാം വീടുകളിൽ കയറി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പാക്കി അവന്റെ മാള് ഓട് പോയി അവള് കൊടുത്തേ. പോസ്റ്റ് വഴി ഓട്ട് കൊടുത്തേക്ക് അവള് പോയി. അമേരിക്കയിൽ പോയി. അവള് ജയിക്കുന്ന ഉറപ്പായിട്ട് വേണം. 100% ജയിക്കുന്ന ഉറപ്പ് എല്ലാവരും ഉണ്ടായിരുന്നു. അവൻ്റെ പെങ്ങളുടെ ഉണ്ട്. അപ്പൊ അവരും പറയും 100% ഞങ്ങളുടെ മക്കളുണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട്. ഇങ്ങോട്ടേക്ക് ഇപ്പം ഒത്തിരി പൊതുപ്രവർത്തകരും നാട്ടിലെ ആളുകളും ഒക്കെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഞങ്ങൾ എന്റെ നാട്ടിൽ സ്വീകരണം കൊടുക്കാൻ വേണ്ടി ഇരിക്കുക. ഉള്ളൂര് വിളിക്കുക വരുമ്പോഴേ വരവ് കാത്തിരിക്കുകയാണ്. പോട്ടെ ചുമ്മാന്ന് പറ്റിയ കാണിച്ചാ മതി കേട്ടോ. ജയ് ഹിന്ദ് ചാനലുകാർക്ക് ഒരു വിഷ്വൽ എടുത്തു കൊടുക്കാം.